എന്ത് പറയുന്ന മോനെ മോനെ പടം ലാറ്റിൻ തൂക്കി മോനെ മോനെ നല്ല ക്യാമിയ കൊണ്ട് മോനെ പടം വന്ന് കാണണം. ലുക്കിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് അത് എമ്പുരാൻ കിട്ടുന്ന സാധനം ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് പോയിന്റ് വീട്ടിൽ പോയി അയ്യോ ലാലേട്ടന്റെ ക്യാമിയ റോള് എൺപുരാന്റെ കോപ്പി അടി. ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. ഫ്ലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മള് ലാലേട്ടൻ മാച്ച് ഇത്ര ഒരു ലുക്കിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് അത് എമ്പുരാൻ കിട്ടുന്ന സാധനം ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് പോയിന്റ് വീട്ടിൽ പോയി എല്ലാവരും തൂക്കി എന്ത് അതല്ല ലൂസിഫർ പൃഥ്വിരാജ് ഡയറക്ടറാ അങ്ങനെ പറഞ്ഞത്. ഖലീഫ ലൂസിഫർക്ക് ചെയ്യുന്നത് അടിപൊളി ബ്രോ, അടിപൊളി. ഓണം ഇത്രയും ഒട്ടും പ്രതീക്ഷിക്കാത്ത വന്നൊരു പടം. പക്ഷെ നമ്മളെ അത്ര എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ച് പടം അടിപൊളിയാക്കിയിട്ടുണ്ട്. ലാലേട്ടനെന്ന അയ്യോ അടിപൊളി അടിപൊളി സൂപ്പർ 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 അടിപൊളി അടിപൊളി. എന്ത് പറയുന്ന മോനെ മോനെ പടം ലാറ്റിൻ തൂക്കി മോനെ മോനെ നല്ല ക്യാമിയ കൊണ്ട് മോനെ പടം വന്ന് കാണണം. ക്യാമറ കൊള്ളാം കൊള്ളാം നല്ല പടം. ഓണം തൂക്കി ലാലേന്റെ സീൻ അടിപൊളിയായിരുന്നു. അതൊരു കിടില സീൻ തന്നെയായിരുന്നു. കുഴപ്പമില്ല. ലാലേന്റെ ബഡാമാ സിൻഡ്രോം ആ ഒരു ക്ലൈമാക്സ് ലാലേട്ടൻ അങ്ങ് കൊണ്ടുപോയി. അങ്ങനെയാണ് പടം. പിന്നെ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഫൈറ്റോ കാര്യങ്ങളോ എക്സ്പെക്ട് ചെയ്ത് വരരുത്. ഇത് കൂടുതൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അങ്ങനെ നിങ്ങൾ ഭയങ്കര മാസ് ലെവൽ പ്രതീക്ഷ വരരുത്. ചിലപ്പോൾ ഡിസപ്പോയിൻമെന്റ് ആയിരിക്കും. കുഴപ്പമില്ല. കൊള്ളാം. അടിപൊളിയായിരുന്നു. അടിപൊളി അടിപൊളി ഇത്രയും പറയാം. കിട്ടില്ല പോയി കാണണം. നന്നായിട്ടുണ്ട്. നല്ല പടം. സൂപ്പർ. ലാലേട്ടനെക്കാളും വേറൊരാളാണ് ഷോ കൊണ്ടുപോയത്. അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത വേറൊരു ക്യാമിയോ ഉണ്ട്. അത് സൂപ്പറായിരുന്നു. ലാലേട്ടർ സൂപ്പറായിരുന്നു. പടം രക്ഷയില്ല ബ്രോ, കിടുക്കി. അത് ലാസ്റ്റ് കുറച്ച് സീനുണ്ട്. അതെല്ലാം വന്ന് ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് എലിവേറ്റ് ചെയ്ത പടം. പിന്നെ പൃഥ്വിരാജിന്റെ ഒരു സ്ക്രീൻ പ്രസൻസും എന്താ പറയുക, ആ ഒരു വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു കിടില ഓറയാണ്. രക്ഷയില്ല. നമുക്ക് ആദ്യം ഒരു വൈശാഖ് സിനിമ കുറേ നാളായിട്ട് പോലായിരുന്നു. പക്ഷേ ഈ പടം സെക്കൻഡ് ഹാഫ് തൂക്കി. സെക്കൻഡ് ഹാഫ് പൊളിച്ച്. ഫസ്റ്റ് ഹാഫ് കൊള്ളാം. ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് കഥയുണ്ട്. ലാലേട്ടൻ ഒന്നും പറയില്ല, തൂക്കി. ഫസ്റ്റ് ഹാഫ് സ്ലോ പേസ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് അവനെ കൊണ്ട് ഹൈപ്പിനുള്ള സാധനം അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവസാനം ടൊവിനോന്റെ ക്യാമിയോ ഹൈ ആയിരുന്നു. സ്പോയിലറാണ്. പക്ഷെ അവസാനം ഒരു കസിനുണ്ട്. അവസാനം ലാലേട്ടൻ്റെ സീനൊക്കെ അടിപൊളിയായിരുന്നു. സൂപ്പർ പടം. നല്ലൊരു പടം. ഓണം എന്തായാലും ഈ രണ്ട് പടം തൂക്കി. ലാലേട്ടൻ തൂക്കി. തുടക്കവും ലാലേട്ടൻ തൂക്കി. ഈ ഓണം ലാലേട്ടൻ തൂക്കി. അടിപൊളി പടം. നല്ലൊരു പടം. ലാലേട്ടൻ കൊള്ളാം. പിന്നെ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടം അത്യാവശ്യം പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. അങ്ങനെ പുതുമയുള്ളൊന്നുമല്ല. സ്മഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ട്രെയിലറൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള സ്റ്റോറിയാണ്. പിന്നെന്താ പറയുക, അവസാനത്തെ ഒരു 10-20 മിനിറ്റാണ് ഈ പടം ഈ ഹൈ കൊണ്ടാണ്. പൃഥ്വിരാജ് ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ കയ്യടി വീഴേണ്ട സ്ഥലത്ത് കയ്യടി വീണിട്ടുണ്ട്. അതിലൊരു സംശയമില്ല. കാരണം അങ്ങനെ ഒരു ക്യാമിയോ ആയിരുന്നു. പ്ലസ് ഒരു എക്സ്ട്രാ ഒരു ക്യാമിയും കൂടെ വന്നിട്ടുണ്ട്. അത് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്തായിരുന്നു. അത് ഒരു പ്രതീക്ഷയില്ല പെട്ടെന്നൊരു സംഭവം വന്ന് വീണത്. അത് അത്യാവശ്യം കിട്ടില്ലായിരുന്നു. ഓവറോൾ ലാസ്റ്റുള്ള 10-20 മിനിറ്റ് കിട്ടില്ലായിരുന്നു. പിന്നെ സ്റ്റോറി ലൈക്ക് ഓക്കെ. മ്യൂസിക് ഫാമിലി പക്ഷെ മ്യൂസിക് കിട്ടില്ലായിരുന്നു. ആ ആക്ഷനും മ്യൂസിക് കാരണം കിട്ടില്ലായിരുന്നു. ഓവറോൾ കൊള്ളാം. സൂപ്പറായിട്ട് നന്നായിട്ടുണ്ട്. എല്ലാവരും കൊള്ളാം. രാജുവേട്ടനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഓണം തൂക്കി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന് പറ്റിയ ട്രീറ്റാണ്. സെലിബ്രേഷൻ മൂഡാണ് പടം. അന്ന് കാണുക. അത്ര ലാലേട്ടൻ കൊള്ളാം. സർപ്രൈസാണ്. ഒരു വേറെ ലെവലായിട്ടുണ്ട്. ലാലേട്ടൻ ക്യാമിയോ ഉണ്ട്. അത് സസ്പെൻസ് ആണ്. അതൊക്കെ അന്ന് കാണും. പടം തൂക്കി. രാജേട്ടൻ പൊളി. വിഷയം. ലാലേട്ടൻ ലുക്കൊക്കെ പൊളി. പൃഥ്വിരാജിന്റെ ഒരു എക്സ്പെക്ടേഷൻ കാണാൻ വേണ്ടിയാണ് ഓണായിട്ട് വന്നത്. പക്ഷെ ഓണായിട്ട് വന്നപ്പോഴത്തേക്ക് പൃഥ്വിരാജിന്റെ പടം എന്ന് പറയുന്നത് പൃഥ്വിരാജിന്റെ ഫാഷൻ ഷോ ആയിരുന്നു. അത് മാത്രം തന്നെ. പിന്നെ ശരീരവും ബോഡിയൊക്കെ നല്ല ഫിറ്റ്നസ് ആയിരുന്നു. പിന്നെ അമൽ നീരദിന്റെ സാധനങ്ങൾ കംപ്ലീറ്റ് കോപ്പി അടിച്ച് BGM വെച്ചിട്ടുണ്ട്. അതില് ലാലേട്ടന്റെ ക്യാമിയ റോള് എൺപുരാന്റെ കോപ്പി അടി. ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. പടം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ടെയിലന്റ് അടിപൊളിയായിരുന്നു. ടെയിലന്റ് വാസ് നൈസ്. ഓവറോൾ നോക്കുമ്പോൾ ഒരുപാട് ഹൈ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഒരു അപരാധ പടമല്ല. കൊള്ളാം. ഗുഡ് ഒരു ആവറേജ് കാരണം പൃഥ്വിരാജും ആ ഫൈറ്റ് സീൻസും കൊള്ളാം. കഥ കൊള്ളാം. പക്ഷെ എന്താ പറയുക, ഒരു ടെയിലന്റ് ലാസ്റ്റ് ടെയിലന്റ് അടിപൊളിയായിരുന്നു.
മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് പടം പാസ് ഒരു ഗുഡ് ഗുഡ് മൂവി. പാർട്ട് 2 വേണ്ട. അന്യായ സിനിമ. കാരണം ലാലേട്ടന്റെ ഒരു ഒറ്റ ക്യാമിയോ റോൾ. ആ പടം തുടങ്ങുന്ന നിമിഷം മുതൽ ഒറ്റ പേരിലാണ് പടം ഓടുന്നത് അവസാന നിമിഷം വരെ. പൃഥ്വിരാജിന്റെ ആക്ഷനും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഖലീഫ കിടിലം. പൃഥ്വിരാജിനെ സംഭവിച്ചേ മതിയാവും. അദ്ദേഹത്തിന്റെ ഓരോ മെയ്വഴക്കങ്ങൾ. കാരണം ലാലേട്ടൻ കഴിഞ്ഞ അടുത്ത സ്റ്റണ്ട് മാസ്റ്റർ ആരും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പൃഥ്വിരാജിനെ സജസ്റ്റ് ചെയ്യാം, നോ ഡൗട്ട്. കാരണം ലാലേട്ടൻ്റെ ഒരൊറ്റ സീന് അദ്ദേഹത്തിന്റെ പേരിലൂടെ ആ പടം ഓടുന്നു അവസാന നിമിഷം വരെ. ആ ഒരു ഒറ്റ എൻട്രി മതി മോനെ അന്യായം. ഒരു നല്ല സദ്യ കഴിച്ചതിന് ശേഷം ലാലേട്ടന്റെ ഒരു ക്ലൈമാക്സിലെ ക്യാമിയോ പായസം, കിടിലം മുത്തേ, തിരുവോണ ബമ്പർ എന്ന ലാലേട്ടന്റെ കിടിലം ക്യാമിയോ റോള്. അന്യായം. ജയിലറിനേക്കാൾ വലിയ കിടിലം ചുരുട്ടുമാണ് ഇതിനകത്ത് പറഞ്ഞത്. അമ്മോ രോമാഞ്ച കഞ്ചുകം. അണ്ണാ ലാലേട്ടാ ബിഗ് സല്യൂട്ട് അണ്ണാ. നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല സിനിമയാണ്, എല്ലാ കണ്ടന്റും ഉണ്ട്, ഫാമിലിക്കും കാണാം, എല്ലാവരും കാണാം. മാസ് പടം. ബ്രോ നെഗറ്റീവ് പറയാൻ ഈ പടത്തിൽ ഒന്നുമില്ല ബ്രോ, പോസിറ്റീവ് മാത്രമേ. മ്യൂസിക് പോസിറ്റീവ്, ക്യാമറ പോസിറ്റീവ്, ഷൂട്ട് പോസിറ്റീവ്, എല്ലാം പോസിറ്റീവ്. ക്യാമിയോസും അതിലും അടിപൊളി. സിനിമ തുടങ്ങിയ പോലെ അവസാനം വരെ ഇടിയിടാൻ പറ്റൂല. കഥയ്ക്ക് ഒരു ബേസ് വേണ്ടേ, അത് ഇതിലുണ്ട്. ഒരു ലാഗുമില്ല. 2.5 മണിക്കൂർ 39 മിനിറ്റ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് 1 മണിക്കൂർ 19 മിനിറ്റും സെക്കൻഡ് ഹാഫ് 1 മണിക്കൂർ 20 മിനിറ്റും ഉണ്ട്. കറക്റ്റ് ആയിട്ട് അവർ പിടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കാണാം, ഒരു കുഴപ്പമില്ല. അല്ലാതെ ഈ ഉറങ്ങിയ മലയണ്ണന്മാരൊക്കെ പിടിച്ച് ഈ സ്പോയിലർ ഒന്നും നിങ്ങൾ ഇടല്ലേ, നിങ്ങൾക്ക് തന്നെ അതറിയാലോ, സ്പോയിലർ ഇടല്ലേ. സുകുമാരൻ മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയിൽ തന്നെ പൃഥ്വിരാജിനെ പോലെ ഒരു നടൻ, നമുക്ക് മലയാളികൾക്ക് പൃഥ്വിരാജിനെ പോലെ ഒരു നടനെ കിട്ടിയത് മലയാളത്തിൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നടനായി മാറിയിരിക്കുകയാണ്. ഓണം തൂക്കി തീർച്ചയായിട്ടും ഉറങ്ങിക്കിടന്ന തിയേറ്ററുകളെല്ലാം ഉണർത്തിയത് ഈ സിനിമ തന്നെയാണ്. ഖലീഫ എന്ന് പറയുന്ന സിനിമ ഓണം തന്നെയാണ്. ഓണാഘോഷമായി മാറുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ്റെ ഈ സിനിമ. അതിഗംഭീരമായ ഒരു നടൻ തന്നെയാണ് പൃഥ്വിരാജ്. കാരണം നമുക്ക് പറയാം, ഒരു KGF പോലെ ഒരു സിനിമ ചെയ്യാനും ഒരു ബാഹുബലി പോലെ ഒരു സിനിമ ചെയ്യാനും പൃഥ്വിരാജ് സുകുമാരനെ കൊണ്ട് മലയാള സിനിമയിൽ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.